നമസ്കാരം. വിശ്വനാഥൻ ആൻഡ് സൺസ് കണ്ടിട്ട് ഇറങ്ങുകയാണ്. 1990 2000 നമ്മൾ കാണുന്ന ഒരു പക്ക ഫീൽ ഗുഡ് പടം ഉണ്ടല്ലോ, എവിടേക്കോ മിസ്സായി പോയി ഒരു 20-30 വർഷമായിട്ട് അങ്ങനെ കണ്ടു കിട്ടാത്തൊരു സിനിമ. അങ്ങനെ ഒരു സിനിമ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായകൻ ചെയ്തു വെക്കുക, അത് 2026 ടെംപ്ലേറ്റിലേക്ക് കൊണ്ടെത്തിക്കുക, എന്നാൽ ലാഗ് അടുപ്പിക്കാതെ 2 മണിക്കൂർ 40 മിനിറ്റ് വലിയ ഗംഭീരമായ ഇൻസിഡൻസ് ഒന്നും ഇല്ലാതെ കൊണ്ടെത്തിക്കുക എന്നതാണ് വിശ്വനാഥൻ ആൻഡ് സൺസിൻ്റെ ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അതായത് ഇഫ് യു ആർ എ ഫാൻ ഓഫ് ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈനർ ഫിലിം, ദിസ് ഫിലിം ഇസ് ഫോർ യു. ഇത് ചിലർ വിചാരിക്കും ഇത് OTT കണ്ടാൽ പോരെ, അതായത് എന്തിനാണ് തിയേറ്റർ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വമ്പൻ തിയേറ്ററിക്കൽ പടമല്ല. പക്ഷേ ഇതിൻ്റെ ഹ്യൂമർ, ഇതിൻ്റെ ഫൺ എലമെൻറ്റ്സ്, സൂര്യയെ വളരെ ചാമിങ് ആയി കാണുക, സൂര്യ മമിത കെമിസ്ട്രി, സൂര്യ മമിത രാധിക കെമിസ്ട്രി, ഇതൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദിസ് ഫിലിം ഇസ് ഫോർ യു. ട്രെയിലർ കണ്ടവർക്ക് ചിലർ ഇത് തിയേറ്ററിൽ പോകണമെന്ന് കണ്ട് ആഗ്രഹിക്കുന്നവരുണ്ടാകാം, അല്ല ഇത് OTT കാണുന്നവർക്കുണ്ടാകാം. ഞാൻ ഒരിക്കലും ഇത് ട്രെയിലറിനേക്കാൾ മുകളിൽ വമ്പൻ സാധനമുണ്ട് എന്നൊന്നുമല്ല അവകാശപ്പെടുന്നത്. ഒരു പക്ക ഫാമിലി ഫീൽ ഗുഡ് കോമഡി റൊമാൻറ്റിക് സാധാ പടം. നിങ്ങൾ തിയേറ്ററിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഫീൽ ഫ്രീ. വേറെ വലിയ എന്താ പറയുക, ലാസ്റ്റ് ഇത്രയും വില്ലന്മാരുടെ എൻട്രി ഇതൊന്നുമില്ല. ആസ് ദി എന്താ പറയുക, മറ്റേ നമ്മുടെ സിനിമാ പ്രവർത്തകരൊക്കെ പറഞ്ഞു, വെങ്കി എട്ലൂരി എന്ന സംവിധാനമൊക്കെ തുടക്കം മുതൽ ഒതുക്കം മുതൽ നിങ്ങൾക്ക് ഒരു പുഞ്ചിരിയോടുകൂടി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വിശ്വനാഥൻ സൺസ്. അത് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ എടുത്തു പറയണം കേട്ടോ. എനിക്ക് രവീന ടാൻഡൻ്റെ അഭിനയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷി വാസ് ഓസം. അതായത് അവർക്ക് സ്ക്രീൻ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഭയങ്കര രസമായിട്ട് തോന്നി. സൂര്യ വാസ് ചാമിങ്, ബ്യൂട്ടിഫുൾ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നി സൂര്യ. അങ്ങനത്തെ രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു സൂര്യയുടെ ഭാഗത്ത്. അത് പെർഫോമൻസിനും ഉണ്ടല്ല, സൂര്യയുടെ ലുക്ക്, വെങ്കി സൂര്യയെ കൊണ്ടുവന്നേക്കുന്ന രീതി ഭയങ്കര രസമായിരുന്നു. നിമിഷ് രവിയാണ് എൻ്റെ സിനിമാറ്റോഗ്രാഫി. നൈസ് മാൻ, സൂപ്പർ. ഒരു വലിയ വീട്, ആ വീടിനകത്താണ് ഇതിൻ്റെ കഥയുടെ 3/4% നടക്കുന്നത്. ആ വീട് ഭയങ്കര പണക്കാരുടെ വീട്, ഭയങ്കര റിച്ച് സെറ്റപ്പ്, സാധാരണക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ നമ്മളെ വേൾഡിനകത്ത് ഇന്നാവും. ആൻഡ് ഇതിനകത്ത് വളരെ രസകരമായിട്ടൊരു സ്റ്റോറി അവർ പറയുന്നുണ്ട്. ആ സ്റ്റോറിയിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇന്നാവുന്നുണ്ട്, അതിനധികം സമയമൊന്നും എടുക്കുന്നില്ല. പിന്നെ മമ്മിതയ്ക്ക് കൊടുത്ത ഇൻട്രൊഡക്ഷൻ ഞാൻ ആലോചിക്കുമായിരുന്നു. മമ്മിതയ്ക്ക് കൊടുത്ത ഇൻട്രൊഡക്ഷൻ, അതായത് ഒരു നായികയുടെ പുറകിൽ നിന്ന് അഭിനയിച്ചു തുടങ്ങി തൻ്റേതായ രീതിയിൽ സിനിമയിലേക്ക് വന്ന് കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിലൊരു പ്ലേസ് ഉണ്ടാക്കി അവിടെ നിന്ന് സൂര്യയുമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ സൂര്യയെക്കാളും ഗംഭീര ഇൻട്രോ മമ്മിതയ്ക്ക് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി മാൻ, സൂര്യയെക്കാളും ഗംഭീര ഇൻട്രോ മമ്മിതയ്ക്ക് കിട്ടി പോലും ഉണ്ടായിരുന്നു. കിട്ടില്ല ഇൻട്രൊഡക്ഷൻ ആയിരുന്നു മമ്മിതയുടെ. ഐ ലൈക്ക് ഇറ്റ്. രസമുണ്ട്. പിന്നെ അവർ കാണിക്കുന്ന സെറ്റപ്പ് എല്ലാം വാസ് നൈസ്. നമുക്കത് ബാക്കി തോന്നുന്നു. നവീൻ നൂലിയാണ് എഡിറ്റിംഗ്, പ്രത്യേകം എടുത്ത് പറയേണ്ടതല്ല. ഭയങ്കര എഡിറ്റിങ്ങിൽ സൂപ്പർ വർക്ക് അങ്ങനെയൊന്നുമില്ല. സാധാ പടത്തിന് വേണ്ട സംഭവം അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നാഗവംശയാണ് പ്രൊഡ്യൂസർ. നാഗവംശയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഹി വാസ് ഹൈലി കോൺഫിഡൻറ്റ് ഇൻ ദ ഫിലിം. അത് ആരെങ്കിലും കോൺഫിഡൻ്റ് ആയി പോകും. ഇങ്ങനൊരു സിനിമ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിനിമം ഗ്യാരണ്ടി ഫോർ ദ ഫാമിലി ഓഡിയൻസ് എന്നൊക്കെ പറയത്തില്ല. പ്രത്യേകിച്ച് ഓണമൊക്കെ വരുന്ന സമയത്താണ് ഫാമിലി ഓഡിയൻസിന് മിനിമം ഗ്യാരണ്ടി നടക്കുന്ന ഒരു പടം. അതാണ് ഈ പടം. ആൻഡ് വെങ്കി എട്ലൂരി. ലക്കി ഭാസ്കർ എടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫിലിം ഏത് എന്ന് ചോദിക്കുമ്പോഴേക്കും വാത്തി കണ്ടാണ്. വാത്തി കഴിഞ്ഞ് ലക്കി ഭാസ്കർ വരുന്നു. ലക്കി ഭാസ്കർ കഴിഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മൾ ആ രീതിയിലുള്ള ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഒക്കെ സിനിമയിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ല കേട്ടോ ഈ പടം. ഇതൊരു പക്ക ഫീൽ ഗുഡ് ഫാമിലി പടം, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിനകത്ത് വേറെ ഭയങ്കരമായ സംഭവ വികാസങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുതേ പ്ലീസ്. ട്രെയിലർ, ടീസർ, പാട്ട് കണ്ടവർക്ക് എന്താണോ നിങ്ങൾക്ക് അടിക്കുന്ന ജോണർ അതേ ഉള്ളൂ ഈ പടം. അത് വൃത്തിക്ക്, നല്ല നീറ്റായിട്ട് വൃത്തിക്ക് ഈ പടത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്. സോ സൂര്യ ഫാൻസ്, ആഫ്റ്റർ കറുപ്പ് എൻജോയ്, എക്സൈറ്റ് യുവർ സെൽഫ്. വേറെ ജോണറിൽ യു ഗെറ്റ് ടു സീ യുവർ മാൻ ഓൺ സ്ക്രീൻ. നല്ല രസമായിട്ട്, നല്ല 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 ഗംഭീരമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വെങ്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇത് OTTയിൽ കാണേണ്ട സിനിമയാണെന്ന് ചോദിച്ചാൽ OTTയിലും കാണാം. ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് വാശി പിടിക്കുന്നവർക്ക് അങ്ങനെയും കാണാം. പക്ഷെ ഇതൊരു കുടുംബമായിട്ടിരുന്ന് ഒരുമിച്ചിരുന്ന് ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ച് സാധാരണ പോലെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് കാണാൻ പറ്റുന്ന ഒരു പടമാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. അത് OTT കാണുന്നവർക്ക് OTT കാണാം, തിയേറ്ററിൽ വന്ന് കാണുന്നവർക്കും നിങ്ങളുടെ പൈസ വസൂലായി മാറും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റിൽ നമുക്ക് പറയാനുള്ളത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വിശ്വനാഥൻ ആൻഡ് സൺസ്. സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.